എല്ലാവർക്കും ചെമ്പനീർപ്പ് പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയും ആദ്യം ഹോസ്പിറ്റലുണ്ട്. നമ്മുടെ വിമലാൻ്റിയുടെ അടുത്താണുള്ളത്. അപ്പോൾ സച്ചി വിമലാൻ്റിയോടായി പറയുന്നുണ്ട്, മുമ്പൊക്കെ പഴമക്കാരുടെ ഫോൺ നമ്പർ ബൈഹാർട്ടാണ്, എന്നാൽ ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. സ്വന്തം നമ്പർ പോലും ആർക്കും അറിയില്ല. ശരി, ആൻറ്റിയുടെ മോൾ എവിടെ താമസിക്കുന്നതെന്ന് സച്ചി വിമലേൻ്റിയോട് ചോദിക്കുന്നുണ്ട്. പറയും, ഞങ്ങൾ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാം. ആ സമയത്ത് കർട്ടനിൽ ഒളിച്ചിരിക്കുന്ന ശ്രുതിയാണ് കാണിക്കുന്നത്. ശ്രുതി ഇതെല്ലാം കണ്ട് പതറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാണോ ആൻറ്റി സ്ഥലം? എവിടെയാണ് സ്ഥലം എന്നിങ്ങനെ രേവതി വിമലയോട് ചോദിക്കുമ്പോൾ വിമല ആകെ പതറി, മോളെ ഇവിടെ അടുത്തില്ല, ഇവിടെ സ്ഥലത്തില്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. സ്ഥലത്തില്ലേ? രേവതിയും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ കാണാനല്ലേ വന്നത്? അവളെ കാണാനല്ലെങ്കിൽ പിന്നെ ആരെ കാണാനാണ് വന്നതെന്ന് രേവതി വിമലയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിമല പറയുന്നുണ്ട്, മകളെ കാണാൻ തന്നെയാണ് വന്നത്, പക്ഷേ അവളോട് ഇപ്പം ഇല്ല, അവൾ ഗൾഫിൽ പോയി, അവൾക്കവിടെ ജോലി കിട്ടി എന്നാണ് പതറിക്കൊണ്ട് വിമല പറയുന്നുണ്ട്. ഗൾഫിൽ പോയിന്നോ? അതെ, ഗൾഫിൽ പോയി, രാത്രി വിമാനത്തിന്. സച്ചി അത് വിശ്വസിച്ചു. എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ രേവതി വിശ്വാസമില്ലാത്ത മട്ടിൽ നെറ്റിച്ചൊളുക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഗൾഫിൽ പോയെന്നോ? അപ്പോൾ വിമല പറയുന്നുണ്ട്, ആ ഗൾഫിൽ പോയി, ഇന്ന് രാവിലത്തെ വിമാനത്തിലാണ് പോയതെന്ന് പറയുന്നുണ്ട്. ഞാനവളെ യാത്രയാക്കാനാണ് മോനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്, അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വിമല പതറിക്കൊണ്ട് സച്ചിയോടും രേവതിയോടും പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ശരി, ആൻറ്റിയുടെ ബന്ധുക്കളുടെ ആരെങ്കിലും നമ്പർ ഞങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പതറിക്കൊണ്ട് അവിടെ നിൽക്കുന്ന ശ്രുതി ഇങ്ങനെ നോക്കുന്നതാണ് കാണിക്കുന്നത്. എനിക്ക് സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നുമില്ലെന്ന് വിമലാൻ്റി പറയുന്നുണ്ട്. ആ സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, മകളുടെ ഹസ്ബൻഡും കുട്ടികളും വീടൊക്കെ ഉണ്ടല്ലോ, അവരോട് ചെന്ന് പറയാം എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ അവരെ ഒന്നും ശല്യപ്പെടുത്താറില്ല മോളെ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ കുഞ്ഞിനെയും കൂട്ടി നാട്ടിൽ പോയിക്കോളാം എന്ന് പതറിക്കൊണ്ട് വിമലാൻ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, ശല്യമോ? ആര് വിമലാൻ്റിയെ നോക്കിയില്ലെങ്കിലും ഞങ്ങൾ നോക്കും, അല്ലെങ്കിൽ ഞങ്ങളെ വീട്ടിലേക്ക് വരെ ഞങ്ങൾ വിമലാൻ്റിയെ കൊണ്ടുപോകുമെന്ന് സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ട് വീണ്ടും പതറിക്കൊണ്ട് ശ്രുതി ഇങ്ങനെ കർട്ടനിൻ്റെ ഒളിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടിലേക്കൊന്നും ഞാൻ വരുന്നില്ല, സുഖമായാൽ ഞാൻ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് വിമലാൻ്റി പറയുന്നുണ്ട്. ആ സമയത്താണ് ഡോക്ടർ വരുന്നത്. ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, ആ അമ്മ ഇപ്പോൾ ഉഷാറായല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഇനി ഇവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കണ്ടിന്യൂസ്ലി മെഡിസിൻ കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരെ ഒറ്റയ്ക്കാക്കരുത്, എപ്പോഴും കൂടെ ആൾ വേണമെന്ന് പറയുന്നുണ്ട്. സുഖമില്ലെന്നറിയില്ലേ, പിന്നെ എന്തിനാണ് കുഞ്ഞിനെയും കൂട്ടി പുറത്തേക്ക് പോകുന്നത്? ഇവരുടെ മുന്നിൽ പെട്ടതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, എപ്പോഴും ഇങ്ങനെ രക്ഷിക്കാൻ ആളുണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം, ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയുന്നുണ്ട്. വയസ്സായ അമ്മമാരെ മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത കാലമാണിത്. ഇപ്പോൾ ഇവരുടെ കണ്ണിൽപ്പെട്ടുകൊണ്ട് രക്ഷപ്പെട്ടു, എല്ലാവരും ഇങ്ങനെ ആവണമെന്നില്ല, അതുകൊണ്ട് സ്വയം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ ഡോക്ടർ വീണ്ടും പറയുന്നുണ്ട്. നേഴ്സ് സച്ചിയുടെ കയ്യിൽ ഡിസ്ചാർജ് ബില്ല് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സച്ചി നോക്കുമ്പോൾ 15,000 രൂപയാണ്. സച്ചി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ വിമലാൻ്റി പറയുന്നുണ്ട്, അയ്യോ മോനെ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടായല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല, ഞങ്ങൾ വീട്ടിൽ പോയി കാശെടുത്തിട്ട് വരാമെന്ന് സച്ചി പറയുന്നുണ്ട്. ശ്രുതി രേവതിയും സച്ചി ബില്ലടക്കാനായി പോയ സമയത്ത് ശ്രുതി മറിൽ നിന്ന് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞ എല്ലാവരോടും സംസാരിക്കാൻ, നിങ്ങളെന്നെ കഷ്ടത്തിലാക്കി അടങ്ങുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അമ്മയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ എങ്ങോട്ടും പോവില്ല, ഞാൻ നാട്ടിൽ പോയിക്കോളും, ഞാൻ അവരുടെ വീട്ടിൽ പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിയും സച്ചിയും ബില്ലടക്കാനിങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട്, വിമലാൻ്റിയുടെ ശബ്ദത്തിൽ എന്തോ ഒരു പതർച്ചയൊക്കെ ഉണ്ടായിരുന്നില്ലേ? പറയുന്നുണ്ട്, ഒരിക്കൽ പറഞ്ഞല്ല പിന്നെയും പറഞ്ഞു, ശരിയായ മറുപടി ഒന്നുമല്ല തരുന്നത്, സംസാരത്തിൽ ഭയങ്കര പതർച്ച ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്ത് പതർച്ച? പറയുന്നുണ്ട്, ഇല്ല ഒന്നും മനസ്സിലാവും എന്ന് വെച്ചാൽ ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത് അങ്ങനെയൊക്കെയാണെന്ന് ഇങ്ങനെ രേവതി സച്ചിയോട് പറയുന്നുണ്ട്. ആ സമയത്ത് ഇതെല്ലാം കേട്ട് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട്.
എന്തൊക്കെ കള്ളത്തരങ്ങളുണ്ട്, മോളി ഗൾഫിൽ പോകുന്നതെന്ന് പറയുന്നത് ശരിയല്ല, നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടോയെന്നൊക്കെ ഇങ്ങനെ രേവതി സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് എന്ത് മറയ്ക്കാനൊന്നും മറയ്ക്കുന്നില്ല. പക്ഷെ രേവതി സമ്മതിച്ച് കൊടുക്കുന്നില്ല. മറയ്ക്കുന്നുണ്ട്. അവരെ മോൾ ആരാണെന്നോ മോൾ എവിടെയാണെന്നോ ഒന്നും പറയാൻ അവർ നമ്മളോട് താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ എന്താ ഞാനില്ലാത്ത സമയത്ത് ത്രില്ലർ സിനിമയൊക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലേ, മറ്റേ ഒരു കുറ്റാന്വേഷണക്കാരിയുടെ ചുരുളഴിക്കുന്ന പോലെയാണല്ലോ നീ ഇപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, കളിയാക്കണം, ഞാൻ പറഞ്ഞാലും കുറേ കാര്യമുണ്ട്, അവരെന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് ഉറപ്പാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെന്തെങ്കിലും അത് പോട്ടെ, നമുക്കിപ്പോൾ പോകാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്തും കാണിക്കാൻ ശ്രുതി ഇങ്ങനെ ഒരു മറവിൽ എല്ലാം കേട്ട് അമ്പരന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ സച്ചി കാറിൻ്റെ ഡ്യൂ അടിക്കാൻ വെച്ച പൈസ ഇങ്ങനെ അവിടെ ചെന്നതിന് ശേഷം തപ്പുന്നുണ്ട്. വീട്ടിലെത്തിയ ഭാഗമാണ് കാണിക്കുന്നത്. ആ സമയത്ത് രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ അത് തന്നെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്താ രേവതി നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാലും ആദ്യം വിമലാൻ്റെയും എന്തൊക്കെ ഒളിക്കുന്നുണ്ട്, അത് ഉറപ്പാണെന്നിങ്ങനെ പറഞ്ഞ് ആ ഒരു നിലപാടിൽ തന്നെ രേവതി ഉറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്തൊക്കെയായി പറയുന്നത്, കുട്ടികളുടെ മനസ്സിൽ കളങ്കമില്ല എന്നാ, പാവം ഒന്നും അറിയാതെ അവൻ ആദ്യം അവിടെ ഇങ്ങനെ നിന്നിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വിമലാൻ്റി ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ലല്ലോ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തന്നെ നിർത്തി കൊണ്ടുവരാമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ അവരൊറ്റയ്ക്ക് വിടാൻ കഴിയില്ലല്ലോ, അവരുടെ അസുഖം പൂർണ്ണമായി മാറുന്നത് വരെ ഇവിടെ തന്നെ നിർത്താം. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ അമ്മ പ്രശ്നമുണ്ടാക്കിയില്ലേ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മയുടെ വായ അടുപ്പിക്കാനൊക്കെ എനിക്കറിയാം, അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമല്ല, നമുക്ക് അവരെ ഇവിടെ തന്നെ നിർത്താമെന്നങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് കുറേ നേരം രേവതി ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കി ചെറുപ്പുഞ്ചിരിയോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ ആദ്യമായിട്ട് കാണുകയാണോ, എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ വന്നപ്പോൾ തൊട്ട് സച്ചിയേട്ടന് വേണ്ടി ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല, പുതിയ ഷർട്ട് വാങ്ങിക്കാറില്ല, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമേ സച്ചിയേട്ടൻ എപ്പോഴും എന്തും ചിലവാക്കാറുള്ളൂ, പൈസയുടെ കാര്യത്തിലായും ചിലവാക്കാറുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി തന്നെയാണെന്ന് ഇങ്ങനെ രേവതി സച്ചിയോട് പറയുന്നുണ്ട്. വിഷമം തോന്നിയിട്ടില്ലേ സച്ചിയേട്ടന് എന്നും രേവതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തിനാ വിഷമം, അവനവന് വേണ്ടി ജീവിക്കുന്നതിനേക്കാളും സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ കിട്ടും രേവതി എന്ന് സച്ചി പറയുന്നുണ്ട്. വെക്കുമ്പോൾ അത് കിട്ടുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ് സച്ചി രേവതിയോട് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ചെറുപുഞ്ചിരിയോട് പറയുന്നുണ്ട്, അതെനിക്കറിയാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അല്ല, നീ ശരിക്കും പറഞ്ഞു വരുന്നത് ഹോസ്പിറ്റലിലെ ബില്ല് അടയ്ക്കേണ്ട എന്നാണോ എന്നിങ്ങനെ സച്ചി രേവതിയോട് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ അല്ലല്ല, നമുക്ക് ഹോസ്പിറ്റലിൽ ബില്ല് അടിച്ച് ഡിസ്ചാർജ് ചെയ്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം സച്ചിയേട്ടന് രേവതി ചെറുപുഞ്ചിരിയോട് കൂടി തന്നെ സച്ചിയോട് പറയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് പോകാം. പിന്നെ കാണിക്കുന്നത് അവിടുന്ന് ഇങ്ങനെ പോകുന്ന ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വിമല സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ ആകെ ഒരു മൂകത പിടിച്ചതുപോലെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. രേവതി ആൻറ്റീന് വരുമോ അമ്മമ്മേന്നിങ്ങനെ ആദ്യം വിമലാൻ്റിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിമല പറയുന്നുണ്ട്, വരേണ്ടതാണ്, അവർ ഇതെടുക്കാൻ പോയിരിക്കുന്നതല്ലേ, ഇപ്പോൾ വരും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട്, രേവതി ആൻറ്റിക്ക് കല്യാണി ആൻറ്റി ഇഷ്ടമില്ല അല്ലേ അമ്മമ്മേ? അപ്പോൾ വിമലാൻ്റി പറയുന്നുണ്ട്, അങ്ങനൊന്നുമില്ല, നീ ഇതൊന്നും പോയി കല്യാണി ആൻറ്റിയോട് പറയരുത് കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. പെട്ടെന്നാണ് ശ്രുതി ഓടി വന്ന് വാതിൽ തള്ളി തുറന്ന്, വാമേ നമുക്ക് പോവാം വേഗം എണീക്കുമെന്ന് പറഞ്ഞ് വിമലാൻ്റിയുടെ ബാഗൊക്കെ ഇങ്ങനെ ഇടിക്കുന്നുണ്ട് ഭയങ്കര ധൃതിയിൽ. എന്താ മോളെ നീ ഇങ്ങനെ കാണിക്കാമെന്നൊക്കെ വിമല ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി കയ്യിലത്തെ ഇതൊക്കെ ഇങ്ങനെ ഇതിൽ ചെയ്തിട്ടുള്ള എല്ലാ സംഭവം സ്റ്റിച്ച് അതും ഇതൊക്കെ ഇങ്ങനെ ഊരുന്നുണ്ട്. ആ സമയത്ത് വേദന കൊണ്ട് വിമല പറയുന്നുണ്ട്, മോളെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, സച്ചിയോട് രേവതിയോട് പറയുന്നത് എന്തിനാ പോകുന്നത് ഇങ്ങനെ കരഞ്ഞ് വളരെ ഇതോടുകൂടി വിമലാൻ്റി ശ്രുതിയോട് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ശ്രുതി വീണ്ടും അതിങ്ങനെ വലിച്ചൂരി അവരെ കൊണ്ടുപോകാനുള്ള തിരക്കിലാണ്. അവരോട് പറഞ്ഞിട്ട് പോവാം മോളെ, അവരോട് പറഞ്ഞില്ലെങ്കിൽ അതൊരു മര്യാദകേടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ വിമലാൻ്റി ശ്രുതിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശരി എന്നാൽ പിന്നെ അവരുടെ കൂടെ എൻ്റെ അമ്മയമ്മയുടെ വീട്ടിൽ പോയി നിന്നോ എന്ന് പറയുന്നുണ്ട്. എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ അമ്മേ, ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കല്ലേ അമ്മേ, അവരെന്നെ കണ്ടാൽ അതോടുകൂടി എല്ലാം തീർന്നു, അവർ വരുന്നതിന് മുമ്പ് പോകണം, നിങ്ങൾ വാ, പക്ഷെ ഒന്ന് വേഗം വാ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി വളരെ പെട്ടെന്ന് തന്നെ വിമലാൻ്റി ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ആദ്യോടും പറയുന്നുണ്ട് വാ അതിനിങ്ങനെ പറയുന്നുണ്ട്. വിമല ഇങ്ങനെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് അപ്പുറത്തെ വഴിയിൽ കൂടി പോകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് വിമല പറയുന്നുണ്ട്,
അമ്മയ്ക്ക് ഒട്ടും വയ്യ മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് രേവതിയും സച്ചിയും അവർ പോകുന്ന തൊട്ടപ്പുറത്തെ വഴിയിൽ കൂടെ റൂമിലേക്ക് അമ്മയെ നോക്കാനായിട്ട് പോകുന്നുണ്ട്. സമയത്ത് തന്നെ ശ്രുതി വിമലാൻ്റെയും കൂട്ടി ഏകദേശം അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ രേവതിയും സച്ചി ആകെ നെറ്റിൽ ചോദിക്കുന്നുണ്ട് എവരെ പോയി അവർ രേവതി ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ വേറെ റൂമിലേക്ക് മാറ്റി കാണും. അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ല പൈസ എടുക്കാൻ പോയതല്ല, ആ സമയത്തേക്ക് ഒരിക്കലും വേറെ റൂമിൽ മാറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വാഷ്റൂമിലൊന്ന് നോക്കിയെന്ന് ഇങ്ങനെ സച്ചി രേവതിയോട് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും വിമലയില്ല, വിമലാൻ്റി ഇല്ല. ആ സമയത്ത് രേവതി പറയുന്നുണ്ട് സച്ചി ആവട്ടെ അവിടെ ഒന്നും വിമലാൻ്റി ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. വാ നമുക്ക് റിസപ്ഷനിൽ ചോദിക്കാമെന്ന് സച്ചി പറയുന്നുണ്ട്. നീ ഞങ്ങളെ ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ഇങ്ങനെ വിമലാൻ്റി ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് മീരയുടെ വീട്ടിലേക്കാണ് കുറച്ച് ദിവസം അവിടെ നിൽക്കുക, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണാൻ വരണ്ടേ, അപ്പോൾ ഇവിടെ നിൽക്കുന്നതായിരിക്കും സുഖം. ആദ്യമൊക്കെ സ്കൂളിൽ പോകണമെന്ന് വിമലാൻ്റി പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് കുറച്ച് ദിവസത്തേക്കുള്ള കാര്യമില്ല, അതൊന്നും പോകണ്ട, ഞാൻ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞോളാം എന്നും പറയുന്നുണ്ട്. ഇനി 2 പേര് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങരുതെന്നും പറഞ്ഞ് അവരെ വിലക്കുന്നുണ്ട് ശ്രുതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി റിസപ്ഷനിൽ ചെന്നോട് ചോദിക്കുന്നുണ്ട് റൂം നമ്പർ 2 വിമലയെ ഇവിടെ കാണുന്നില്ലല്ലോ, ഞങ്ങൾ ബില്ലൊന്നും അടിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല വിമലയെ ഡിസ്ചാർജ് ആയി കൊണ്ടുപോയാൽ ആരാ കൊണ്ടുപോയത്, അവരുടെ റിലേറ്റീവാണ്, ഒരു ലേഡിയാണ് വന്ന് കൊണ്ടുപോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റിവ്യൂ